പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറും ജിമ്മി ഊസോയും തമ്മിലുള്ള സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമല്ല, നോൺ ടൈറ്റിൽ മത്സരമാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ജെ ഊസോയുടെ മിസ്റ്ററി പാർട്ണറായിട്ട് ജിമ്മി ഊസോ വരുന്നതായിട്ടും ഊസോസിൻ്റെ ഒരു റീയൂണിയൻ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അവർ കളിച്ച ടാഗ് ടീം മത്സരം എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ഗ്രേസൺ വോളർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ടീമിന് എതിരെയായിരുന്നു. മത്സരത്തിൽ ജിമ്മി ഊസോ, ജെ ഊസോ തുടങ്ങിയവരുടെ ടീം തന്നെയാണ് വിജയിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ജിമ്മി ഊസോ ടേൺ ബക്കിളിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ജിമ്മി ഊസോയെ ഗുന്തർ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. പിന്നീട് റിംഗിലേക്ക് കയറിയ ഗുന്തർ ജെ ഊസോയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൻ്റെ അവസാനം ഗുന്തർ ജെ ഊസോയ്ക്ക് മേൽ ആധിപത്യം നേടുന്ന സമയത്ത് ജിമ്മി ഊസോ വന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ചെയറുമായിട്ട് വന്നിട്ട് ജെ ഊസോയെ. അപ്പോൾ ഗുന്തറിൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയ ജെയുമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ജിമ്മി ഊസോ നടത്തുന്നുണ്ട്. അവിടെ ജെ ഊസോയെ വലിയ രീതിയിലുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യാനും ജിമ്മി ശ്രമിക്കുന്നുണ്ട്. നീ ഇപ്പോഴത്തെ പോലെ നിന്നാൽ പോരാ, നീ റൈറ്റ് ഹാൻഡ് ജെ ഊസോ ആയിട്ട് നിന്നാൽ മാത്രമേ ഗുന്തറിനെ റസൽമീനിയയിൽ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതും ജിമ്മി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഗുന്തർ അതിലൂടെ നടന്നു പോകുമ്പോൾ ജിമ്മി നേരെ ഗുന്തറിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് ഈ ഒരു സിംഗിൾസ് മത്സരം ചോദിച്ചു വാങ്ങുന്നത്. ഗുന്തർ തമാശ രൂപേണ ആ ഒരു മത്സരം നിനക്കെതിരെയല്ലേ, അത് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സമയത്താണ് ജിമ്മി ഊസോ ഒരെണ്ണം കരണം നോക്കി പൊട്ടിക്കുന്നത്. അത് ഒരു അമ്മാതിരി അടിയായിരുന്നു. ആ ഒരു അടി ശരിക്കും ഗുന്തറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്രയും സൗണ്ടും എഫക്റ്റും ആ ഒരു അടിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു പാടെന്തായാലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു സിംഗിൾസ് മത്സരം അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുഖത്ത് കിട്ടിയ അടിയേക്കുള്ള ഗുന്തറിൻ്റെ ഒരു പ്രതികരണം മിക്കവാറും അടുത്ത റോ എപ്പിസോഡിൽ ജിമ്മിയുടെ നെഞ്ചും കൂടി പൊളിച്ചിട്ടായിരിക്കും ഗുന്തർ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം വുമൺസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ വുമൺസ് വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈ റിയ റിപ്ലിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു റീമാച്ച് ചാമ്പ്യൻഷിപ്പാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വരുന്നത് നമ്പർ 1 കണ്ടന്ററായ ബിയാങ്ക ബെലേർ ആണ്. റോ എപ്പിസോഡിൽ റോയുടെ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് വന്നിട്ട് റസൽമീനിയ 41 റിയ റിപ്ലിയും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം നടക്കാൻ പോകുന്നില്ല എന്നും ഇയോ വേഴ്സസ് ബിയാങ്ക തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇയോ സ്കൈ പിന്നീട് ബിയാങ്ക ബെലേർ ഈ സെഗ്മെൻറ്റിനെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് റിയ റിപ്ലി തുടങ്ങിയവർ കയറി വരുന്നു. റിയ റിപ്ലി റീമാച്ച് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഈ ഒരു മത്സരം കൺഫേം ചെയ്യുന്നത്. എന്നാൽ ആ 3 പേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഗംഭീര ഫൈറ്റാണ് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനം കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് ബിയാങ്ക ബെലേറിനെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയാക്കിക്കൊണ്ട് മത്സരത്തിൽ ഒരു അപ്ഡേഷൻ ആദം പിയേഴ്സ് നടത്തിയത്. ഒരു കിടിലമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് റോയിൽ അടുത്ത ആഴ്ച കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ലോഗൻ പോളി AJ സ്റ്റൈൽസിനെ കോൾസ് ഔട്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റും കൂടാതെ ജോൺസിനെയും കോഡി റോഡ്സും ഒരിക്കൽ കൂടി ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റും അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ റോ എപ്പിസോഡിൽ ദ റോക്കിൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു റൂമർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ലണ്ടനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് സോണി ചാനലുകൾ വഴി നമുക്ക് ലൈവായി കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് CM പങ്കിൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. CM പങ്ക് വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കെതിരെയാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ സ്മാക്ഡൗണിലെ ഒരു ബിഗ് ന്യൂസ് CM പങ്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ CM പങ്ക്, റോമൻ റീൻസ്, സെത്ത് റോളിൻസ് തുടങ്ങിയവർ ഇപ്പോൾ കളിക്കാൻ പോകുന്ന റസൽമീനിയ 41 ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതും CM പങ്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 3 പേരും ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം ഒരു ഗംഭീര ഫൈറ്റിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലും ഉണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സ്മാക്ഡൗണിൽ ഈ 3 കിടിലൻ റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും കിടിലൻ മാച്ചിനെ സംബന്ധിച്ചാണ്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിൽ നടന്ന സിംഗിൾസ് മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക.
എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന മാസ്ക് ഇട്ട് വരുന്ന റെസ്ലറിൻ്റെ പിറകിലുള്ളത് ചാഡ് ഗേബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മത്സരം അതിഗംഭീരമായിരുന്നു. മത്സരത്തിൽ എൽ ഗ്രാൻഡ് വിജയിക്കുന്നത് അവസാനം ഡ്രാഗൻ ലീയുടെ മാസ്ക് ഊരുന്നതും തുടർന്ന് ആംഗിൾ ലോക്ക് എന്ന് പറയുന്ന സബ്മിഷൻ ഉപയോഗിക്കുന്നതും ഡ്രാഗൻ ലീ അവിടെ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടുമാണ് എൽ ഗ്രാൻഡ് വിജയിക്കുന്നത്. ഇവരുടെ സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിക്കില്ല. LWO എന്ന് പറയുന്ന ടീമിനെതിരെ ചാഡ് ഗേബിൾ അമേരിക്കൻ മെയ്ഡ് ഇവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനയും റോ എപ്പിസോഡിലൂടെ നൽകിയിട്ടുണ്ട്. എന്തായാലും എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇന്നത്തെ റോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ഫുട്ടേജുകൾ കൊടുത്തിട്ടുള്ള പ്രാധാന്യം, അതൊക്കെ ഗംഭീരമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ലാറ വൽക്കീരിയ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാൾ ആയ റഗൽ റോഡ്രിഗസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ലൈറ വാൽക്കീരിയയ്ക്ക് തന്നെ പിൻഫോളിലൂടെ വിജയിച്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. മത്സരത്തിൽ ഉടനീളം ലിവ് മോർഗൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിനെ തരണം ചെയ്തുകൊണ്ടാണ് ലൈറ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ റഗൽ റോഡ്രിഗസും ലിവ് മോർഗനും ലൈറ വാൽക്കീരിയയെ ആക്രമിക്കുന്നുണ്ട്. ബെയ്ലി വന്നിട്ട് ലൈറയെ സേവ് ചെയ്യുന്നുണ്ട്. ബെയ്ലിയും ലൈറ വാൽക്കീരിയയും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഇനി വരുന്ന റോ എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ റസൽമേനിയ 41 പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾറെഡി ലൈറ വാൽക്കീരിയ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ തന്നെ ബെയ്ലിക്ക് ഒരു നമ്പർ 1 കണ്ടറായിട്ട് കാണുന്നുണ്ടെന്നും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ചാമ്പ്യനായ ലൈറ ബെയ്ലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റും കൂടി കാണുമ്പോൾ റസൽമേനിയ 41 ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വരുന്നതിൻ്റെ സാധ്യതകളും തുറന്നിടുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കാണാൻ സാധിച്ചത്. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ പെൻഡ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അതിഗംഭീരമായിട്ടുള്ള മത്സരം, അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതികിടിലമായിട്ടുള്ള ഒരു മത്സരം തുടങ്ങി മധ്യഭാഗത്ത് എത്തുമ്പോൾ തന്നെ ജഡ്ജ്മെൻ്റ് ഡേ ടീം അംഗങ്ങളായ ഡൊമിനിക് മിസ്റ്റീരിയോ, കാർലിറ്റോ തുടങ്ങിയവർ പെൻഡയെ സഹായിക്കുന്നതിന് വേണ്ടി ആ മത്സരത്തിൻ്റെ ഒരു റിംഗ് സൈഡിലേക്ക് വരുന്നുണ്ട്. ഇതിനു മുൻപ് നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ പെൻഡയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ഒരു സെഗ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്നത് ഡൊമിനിക്ക് പോയിട്ട് പെൻഡയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വന്ന ഈ ഒരു മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ജഡ്ജ്മെൻ്റ് ഡേ ടീം അംഗങ്ങളുടെ ഒരു മാച്ചിലേക്കുള്ള ഒരു ഇടപെടൽ. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നു. അങ്ങനെ ബ്രോൺ ബ്രേക്കറിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ഇവർ സ്റ്റീൽ ചെയറൊക്കെ ഉപയോഗിച്ച് ബ്രോൺ ബ്രേക്കറിനെ ആക്രമിച്ച് അവസാനം ഇവർ പെൻഡയുടെ കയ്യിലേക്ക് സ്റ്റീൽ ചെയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെൻഡയോട് ആക്രമിക്കാൻ ഡൊമിനിക്ക് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ സ്റ്റീൽ ചെയർ വാങ്ങിയ പോലെ തന്നെ തിരിച്ചു കൊടുത്ത് ഡൊമിനിക്കിനെ പെൻഡ സൂപ്പർ കിക്ക് കൊടുത്ത് ആക്രമിക്കുന്നു. പിന്നീട് പെൻഡ കാർലിറ്റിയെ ആക്രമിച്ചു എന്നുണ്ടെങ്കിലും അവിടെ ഫിൻബെലർ വന്നിട്ട് ഈ പെൻഡയെ ആക്രമിക്കുന്നുണ്ട്. ഓൾറെഡി ഫിൻബെലർ ആ ഒരു സമയത്ത് റിങ്ങിലുണ്ടായിരുന്നു. ബ്രോൺ ബ്രേക്കറിനെയും പെൻഡയെയും ഒരുമിച്ച് റോയുടെ മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റിൽ ആക്രമിച്ചുകൊണ്ട് ജഡ്ജ്മെൻ്റ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള ഒരു രീതിയിലാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് മൾട്ടിമെൻ മത്സരമായിരിക്കും റസൽമേനിയ 41 നടക്കാൻ പോകുന്നത് എന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റോറി ബിൽഡപ്പാണ് റോ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിൽ അവർ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഓവറോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.